സാധ്യതകളോ അസ്തമിച്ചു പോയിട്ടോ, സോദരങ്ങളോ അകന്നു മാറിയോ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിനും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിനും ജയം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതല്ലോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതല്ലോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യെശയ്യാ 52:12. ഐശയ്യാ 52:12. കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും, കർത്താവ് നിന്റെ മുമ്പിൽ നടക്കും, ഇസ്രായേലിന്റെ ദൈവമായിരിക്കും, ഇസ്രായേലിന്റെ ദൈവമായിരിക്കും, നിങ്ങളുടെ പിൻകാവൽക്കാരൻ. നിങ്ങളുടെ പിൻകാവൽക്കാരൻ. അപ്പോൾ രണ്ട് സംരക്ഷണം, ഡബിൾ എഡ്ജ് സംരക്ഷണമാണ്. മുമ്പിലും നമുക്ക് പുറകിൽ കണ്ണിലല്ല, അതുകൊണ്ട് പുറകിലും ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാവും. പിന്നെ എന്താണ്, മുമ്പിലും സംരക്ഷണം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഈ നമുക്ക് നഷ്ടപ്പെടുന്നത്, വേറെ ഒരു ദൈവത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ സംരക്ഷണമാണ്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, ദൈവത്തെക്കാൾ ഉപരി മറ്റു വ്യക്തികൾക്ക്, വസ്തുക്കൾക്ക്, വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംരക്ഷണം നഷ്ടപ്പെടുത്തുവാൻ എന്നെ അനുവദിക്കരുത്, എന്നെ അനുവദിക്കരുത്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സംരക്ഷണം മാത്രമല്ല, അത് ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ പറയുന്നത്, നമ്മുടെ സാക്ഷി അപ്പുണ്ടെന്ന് നോക്കിക്കണേ. സാക്ഷി പറയുന്നത്, അദ്ദേഹം വാങ്ങിച്ച പുതിയൊരു സ്ഥലത്ത് വലിയ ഉയരമുള്ള ഒരു അകലെ, ആ സ്ഥലത്തിന് നടുവാണ് ഒരു പഴയ വയസ്സൻ ആഞ്ഞിൽ നിൽക്കുക. അപ്പോൾ ഇത് കാറ്റത്ത് എങ്ങാനും ചുവട് പറഞ്ഞ് വീഴുകയാണെങ്കിൽ ഇങ്ങയുടെ വീട് കുറച്ച് 10-20 മീറ്റർ അകലെയാണെങ്കിലും ഇത് ചാഞ്ഞ് നിൽക്കുന്ന സംഭവമാണ്. ഇത് വീണ് കഴിഞ്ഞാൽ ഇയാളുടെ പെരയെ വന്ന് വീഴും.
പക്ഷെ ആ മനുഷ്യനോട് വെട്ടാൻ പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നടുക്ക് നിൽക്കണ ആഞ്ഞിലിയാണ്, ഇതുമായിട്ട് ബന്ധമില്ല. ശരിക്കും വെട്ടാൻ പറയാൻ പറ്റത്തില്ല. എന്നാലും പുള്ളിക്കാരൻ പേടിച്ച് കിട്ടി വെട്ടാൻ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ് അത് നിങ്ങളുടെ തലയെ വന്ന് വീണിട്ടില്ലല്ല, വീണ മുമ്പ് ഇങ്ങനെ ഗസ് ചെയ്തിട്ട് ഇത് വീഴുമെന്നും പറഞ്ഞുകൊണ്ട് ഗസ് ചെയ്തിട്ട് എൻ്റെ പുരയിടത്തിലെ വസ്തു എങ്ങനെയാണ് ഞാൻ കളയണത്, അതിന് റൈറ്റ് നിങ്ങൾക്കില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല, ബ്ലോക്കാവും. ഇപ്പോൾ ഈ ബ്ലോക്ക് ജീവിതത്തിൽ ഇത് ജീവിതം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കാണുന്നത് ജീവിതത്തിൻ്റെ സ്വാഭാവിക യഥാ വിഷയങ്ങളല്ലേ, അതിനെ എങ്ങനെയാണ് വചനവുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. എല്ലാം ഉടമ്പടിയുടെ പരിധിയിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ റഡാറിൽ വരുന്നതാണ് ജീവിതത്തിൻ്റെ ഓരോ സൂക്ഷ്മമായിട്ടുള്ള അംശങ്ങളും. ഒരെണ്ണത്തിന് കർത്താവ് മറ്റതിന് RDO ആണെന്ന് പറയരുത്. അത് ഇപ്പോൾ പാർട്ടിക്കാരോട് ഇന്ന് പറഞ്ഞു, ചേട്ടാ ഈ ആഞ്ഞിൽ വെട്ടണമെന്ന് പറഞ്ഞാൽ അവരോട് പറയും അത് RDOക്ക് പെറ്റീഷൻ കൊടുക്കണം, അതിന് വില്ലേജ് ഓഫീസിൽ പോയി വേണമെന്ന് പറയും. അതാണ് എൻ്റെ ലോകത്തിലെ നിയമം, അതാണ് നിയമം. അപ്പം അങ്ങനെ RDO വന്നാലും വെട്ടാൻ പറ്റത്തില്ല. കാര്യം ഇത് പറമ്പിൽ നിൽക്കുകയാണ്, അവരുടെ പറമ്പിൽ നടുക്കെങ്ങനെ നിൽക്കുന്ന സംഭവമാണ്. വല്ല അരികെ വല്ലതും ആണെങ്കിൽ നമുക്ക് പറയാം, ഗസ് ചെയ്യാം, ഇത് വീഴുമെങ്കിൽ ഇങ്ങോട്ട് വീഴും. അപ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ എന്ത് ചെയ്ത്, പക്ഷേ ഇത് ഉറഞ്ഞു നിൽക്കണ കാരണം അദ്ദേഹം പറഞ്ഞ് കമ്പി ഇടാന്ന് പറഞ്ഞു. അങ്ങനെ കമ്പി ഇട്ട് കൊടുത്ത്, കമ്പി ഇട്ട് വലിച്ച് കെട്ടി. പക്ഷേ കാറ്റ് വന്നപ്പോൾ കമ്പി പൊട്ടിപ്പോയി. അപ്പോൾ കുറച്ചുകൂടി ചാഞ്ഞ സാധനം. അപ്പോൾ രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ വെക്കാൻ പോണത് ഇതാണ് ഒരു കാര്യം, ഈ പ്രാവശ്യത്തെ ഉടമ്പടി പുതുക്കാൻ പോകുമ്പോൾ ഞാൻ ആഞ്ഞിലിയുടെ കാര്യമാണ് വെക്കണമെന്ന് പറഞ്ഞു. വെക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ, പുള്ളി വെച്ചില്ല. വെച്ചാൽ എഴുതാൻ പോകുകയായിരുന്നു. എഴുതാൻ മുമ്പ് ആ സെക്കൻഡിൽ തന്നെ ഈ പറമ്പുകാരൻ പുള്ളി വിളിക്കും, ആവശ്യപ്പെട്ട ഞാൻ ഈ സാധനം വെട്ടി കേട്ടാന്ന് പറയും. അത്രയും സ്പീഡാണിത്. ദുരന്തമുണ്ടാകാൻ പോണ ഉടമ്പടി ഇത്രയുമാണ് സ്പീഡായിട്ട് നിൽക്കണമെന്ന് ഓർത്തേക്കണം. ഇതെല്ലാം മാതാവ് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുന്ന ക്രമീകരണങ്ങളാണ്. ഒരു വഴക്കൊഴിവാക്കി ഒരു ദൈവം ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ സൈഡ് എഫക്ട്സ് കുറവായിരിക്കും. ഇപ്പോൾ ആൾക്കാർ ഇംഗ്ലീഷ് മരുന്ന് അധികം കഴിക്കുന്നതിന് ചിലർ കഴിപ്പിക്കാത്തത്, ഡോക്ടർമാരാണെങ്കിൽ നഴ്സുമാരും ഒരിക്കലും. ഇപ്പോൾ പണ്ട് ഇവിടെ ഒരു നേഴ്സ് 2 കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമായിരുന്നു. അവർ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ രോഗവും ക്ഷീണമൊക്കെ എന്നോട് പറയും. അവരൊക്കെ കോയിലെ നേഴ്സാണ്. എപ്പോഴും പറയും ഞാനിവന് ഈ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണു, അതിന് എത്ര കൊടുത്ത് കൊച്ചിൻ്റെ അവസ്ഥ ഇങ്ങനെ. അപ്പോൾ ഞാനോടത്ത് ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ രണ്ട് വലിയ പിശാചാന സാധനമാണെന്നാണ്. അവർക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് നല്ലവണ്ണം അറിയാം. അത് കാരണം ഒരു ഗുളിക കൊടുക്കാൻ പോലും അവർ തയ്യാറല്ല. പക്ഷേ കൊച്ചിനാണ് ക്ഷീണം മാറണമില്ല. കാര്യം എന്താ, ഈ ഗുളികയുടെ സൈഡ് എഫക്ട്സൊക്കെ നേഴ്സിനെ കൃത്യമായിട്ട് അറിയാം. അത് കൊടുക്കാനൊക്കെ മനസ്സില്ല, പക്ഷേ കൊച്ചു നന്നാകണമില്ല. ഒരു 10-20 വർഷം മുമ്പുള്ളതാണ്. ഇന്നാൾ ആ കൊച്ചു വന്നായിരുന്നു ഇവിടെ, മിട്ടിക്കനായിട്ട് അവർ ജോലിയൊക്കെ കിട്ടി അവൻ വന്നായിരുന്നു ഇവിടെ. പണ്ട് അമ്മയുടെ അരയിരുന്ന് വന്ന കക്ഷിയാണ്. അപ്പോൾ എന്നാലും അതുപോലെ തന്നെയാണ് ഈ സൈഡ് ഇഫക്ട്സ്. ദൈവം ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല. മറ്റുള്ളവരുടെ ഉടക്കുകയോ വൈരാഗ്യങ്ങളുണ്ടാകുകയോ. അപ്പം അതുകൊണ്ട് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു വിഷയം, പകുതി ദൈവവും നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, പകുതി ദൈവവും പകുതി ഭൗതിക മെഷീനറിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അല്ലാതെ ദൈവരാജ്യത്തിൽ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ദൈവരാജ്യത്തിൽ തന്നെ. ഇപ്പോൾ ദൈവരാജ്യം തന്നെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മളെല്ലാത്തിനേക്കാളും, അതായത് ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. കാര്യം ഉടമ്പടിയിൽ ആദ്യം പറഞ്ഞത് എന്താണ്, അവൻ പറഞ്ഞ പോലെ ചെയ്യുക. എന്താ പറഞ്ഞിരിക്കുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യ പൈതലെന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും തന്നെ ദൈവരാജ്യം ഉപയോഗിക്കും. ഈ പുതുമനയുടെ സാക്ഷ്യത്തിൽ വേറെ ഒരു സാക്ഷ്യമുണ്ട്. വേറെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് മഹതിന് കുർബാന സ്വീകരിക്കാൻ പറ്റണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആരും സാമ്പത്തികമായി ചതിച്ചു. സാമ്പത്തികമായി ചതിച്ച കാരണം അയാളോട് കടുത്ത വൈരാഗ്യം. ഇപ്പം കടുത്ത ബുദ്ധിയും ബോധമുള്ളവൻ, ദൈവത്തിന് അറിയാവുന്നവൻ കടുത്ത വൈരാഗ്യം ഉണ്ടെങ്കിൽ അവൻ കുർബാന സ്വീകരിക്കത്തില്ല. അരപരാധികൾ എവിടുന്ന് എന്തെല്ലാം വൈരാഗ്യം ഉണ്ടെങ്കിലും കുർബാന സ്വീകരിക്കും. അവിടെ നാശകോടാലി അവർ തന്നെ പാനം ചെയ്യും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. അയോഗ്യതയുടെ കുർബാന സ്വീകരിക്കുന്നവൻ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ആരാധന ആരാധന. യേശുവേ ആരാധന
1 Korinthos 11:29. 1 Korinthos 11:29. എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കുർബാന സ്വീകരിക്കുമ്പോൾ അതുകൊണ്ട് ഇവിടെ മനസ്താപണമൊക്കെ ചെല്ലിച്ച് കുറേ നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് കുർബാന കൊടുക്കുന്നത് കൃപാസനത്തിൽ. പക്ഷേ എന്നാലും ചിലർ വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും അവനെ പാപാവസ്ഥയിലും കുർബാന സ്വീകരിക്കും. അപ്പോൾ ഒരു ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ദൈവമായിട്ടൊരു 7 പോയിൻ്റ് വരെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് അയോഗ്യത കുർബാന സ്വീകരിച്ച് ഇവിടുന്ന് പോകുമ്പോൾ അത് 3 പോയിൻ്റായിട്ട് റെഡ്യൂസ് ചെയ്യും. നിങ്ങളുടെ സ്പിരിച്വൽ പോയിൻ്റ് കുറയും. നമ്മൾ സിവിൽ പോയിൻ്റ് കുറഞ്ഞുമ്പോൾ ലോകം കിട്ടത്തില്ലല്ല. അതുപോലെ ദൈവാനുഗ്രഹം കിട്ടത്തില്ല. നിങ്ങളുടെ സ്പിരിച്വൽ പോയിൻ്റ് കുറഞ്ഞാൽ ദൈവാനുഗ്രഹം കിട്ടത്തില്ല. കാര്യം വൈരാഗ്യത്തിൽ നിങ്ങൾ കുർബാന സ്വീകരിച്ചു, പകയിലും വിദ്വേഷത്തിലും കുർബാന സ്വീകരിച്ചു. വീട്ടിൽ മിണ്ടത്തില്ല ഭർത്താവിനോടും അല്ലെങ്കിൽ ഭാര്യയോടും, പക്ഷേ കുർബാന സ്വീകരിക്കും. അതാണ് വിഷയം. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അയോഗ്യതയുടെ കുർബാന സ്വീകരിക്കുന്നത് നിസ്സാര കാര്യമായിട്ടല്ല. കാര്യം കൃപ എന്താണ് കർത്താവിൻ്റെ ശരീരമെന്ന് വിവേചിക്കാതെയാണ് ചെയ്യണത്. അതുകൊണ്ടാണ് അവർ വന്ന് കുർബാന സ്വീകരിച്ച് നാട്ടുകാരെ കാണിക്കും. അപ്പോൾ നാട്ടുകാരെ കാണിക്കുമ്പോൾ ഞാൻ ഭക്തനാണ്, വിശ്വാസിയാണെന്നതും ഇവർ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ എന്തോ ഓരോ അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ട്. കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോൾ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ കുർബാന പങ്കെടുക്കാത്തതിന് തുല്യമാണെന്നൊക്കെ പറയും. പക്ഷേ അത് അച്ഛന്മാർ പറഞ്ഞിരിക്കണ എന്താ കാര്യം? കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധിയോടെ തന്നെ പങ്കെടുക്കാൻ വേണ്ടി അങ്ങനെ പറയണത്. ശ്രുതികട ഹല്ലേലൂയ. എൻ്റെ പേര് അനീറ്റ ഫിലിപ്പ്. ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചുള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഞാൻ ആദ്യമായി സാക്ഷ്യം പറഞ്ഞത് 2022 എനിക്ക് 2 ഇരട്ടക്കുഞ്ഞുങ്ങളാണ്. അതിലൊരാളായ ഇസബെല്ലയുടെ തലയിൽ തെങ്ങ് വീണ് അവൾ മരിച്ചു എന്ന് പറഞ്ഞ് വിധി എഴുതി ജീവനോടെ ഹോസ്പിറ്റലിൽ വെച്ച് മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവൾക്ക് പുനർജന്മം നൽകി. മാതാവ് ഞങ്ങൾക്ക് അവളെ നൽകിയ സാക്ഷ്യമാണ് ഞാൻ 2023 ഇവിടെ പറഞ്ഞത്. 2022 ഡിസംബർ 5-ാം തീയതിയാണ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. 2022 ഡിസംബർ 7-ാം തീയതിയാണ് മാതാവ് ജീവനോടുകൂടി കണ്ണൂർ ആശ്രമിംസ് ഹോസ്പിറ്റൽ വെച്ച് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. ആ സമയത്ത് ഞാൻ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ വിസ പുതുക്കാൻ കൊടുത്തിട്ട് അവിടുന്ന് റിച്ചുകൂത്ത എന്ന് പറഞ്ഞൊരു റെസിപ്റ്റുമായിട്ടാണ് ഞങ്ങൾ നാട്ടിൽ വരുന്നത്. അപ്പോൾ ആ റെസിപ്റ്റിനാകെ 6 മാസത്തെ കാലാവധിയുള്ളൂ. ഒരു മരിച്ചടക്കനായിട്ടാണ് ഞങ്ങൾ നാട്ടിൽ വന്നത്. പക്ഷേ അതേ തുടർന്ന് കൊച്ചിന് ആക്സിഡൻ്റ് ഉണ്ടായി. തുടർന്ന് എനിക്ക് പോകാൻ പറ്റാതെ ഞാൻ 6 മാസത്തോളം നാട്ടിൽ നിന്നു. അന്നേരമാണ് ഇങ്ങനത്തെ ഈ റെസിപ്റ്റിൻ്റെ കാലാവധി ഓർത്തതും തിരിച്ചു പോയില്ലെങ്കിൽ എനിക്ക് പേപ്പർ നഷ്ടപ്പെടുമെന്നുള്ള ചിന്തയും വന്നത്. അങ്ങനെ ഞാൻ തനിച്ച് ഇറ്റലിക്ക് തിരിച്ചു പോവുകയാണ്. കൊച്ചി എയർപോർട്ടിലെത്തി കഴിഞ്ഞിട്ട് എൻ്റെ ആകെയുള്ളത് ഈ കാലാവധി കഴിഞ്ഞ റെസിപ്റ്റ് മാത്രം. പിന്നെയുള്ളത് എൻ്റെ കൊച്ചിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാത്രമാണ്. പിന്നെ പാസ്പോർട്ട്. പിന്നെ വേറെ എൻ്റെ ഒരു ഡോക്യുമെൻറ്റും ഇല്ല. ഡേറ്റ് കഴിയാത്തതായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റും എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഞാൻ കൊച്ചിൻ എയർപോർട്ടിലെത്തി ചെക്കിൻ തുടങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓഫീസർ എന്നോട് പറഞ്ഞു, നീ ഞങ്ങളെ കളിയാക്കാനായിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? കാരണം ഈ ഒരു റെസിപ്റ്റ് വെച്ച് നിനക്ക് പോകാൻ പറ്റത്തില്ല, ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, കൊച്ചിന് വേണ്ടിയിട്ട് വന്നതാണ്, എനിക്കതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ളത് കൊച്ചിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഇതൊന്നും ഞങ്ങളെ കാണിച്ചിട്ട് കാര്യമില്ല, നിനക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ കഴുത്തിൽ കൃപാസനത്തിലെ ഈ ഉടമ്പടി ലോക്കറ്റ് ഉണ്ടായിരുന്നു. ഞാനിത് പിടിച്ച് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, സഞ്ചാര മാതാവേ, ഇസബെല്ലയെ തിരിച്ചു തന്ന അമ്മയ്ക്ക് എന്നെ ഇറ്റലിയിൽ എത്തിക്കാൻ പറ്റും, അപ്പോൾ കൂടത്തെ വരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അവരെ എന്താണെന്ന് അറിയത്തില്ല, എന്നോട് പറഞ്ഞു, ഓക്കെ നിന്നെ ഞങ്ങൾ ഇവിടുന്ന് കയറ്റി വിടാം, പക്ഷേ നീ ദുബായിൽ നിന്ന് തിരിച്ചു വരാൻ തയ്യാറായിട്ട് നീ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഒന്നും ഗവനിച്ചില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെ ദുബായിലോട്ട് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു ദിവസം ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ചെക്കിങ്ങിന് കയറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ദുബായിലെ ഓഫീസേഴ്സല്ലേ,
അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. അവർ നോക്കി, ഡോക്യുമെൻ്റ് ഒന്നും ഓക്കെയല്ല. അവരെന്നോട് പറഞ്ഞു റിട്ടേൺ ഇന്ത്യയിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. ആദ്യത്തെ ഓഫീസർ പറഞ്ഞു. രണ്ടാമത്തെ വേറൊരു ഓഫീസറിനോട് ആദ്യത്തെ ഓഫീസർ പറഞ്ഞു ഇത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത്തെ ഓഫീസറും പറഞ്ഞു നിനക്ക് റിട്ടേണേ പറ്റത്തുള്ളൂ, നീ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ ഒരു ഓഫീസർ വന്നു. അപ്പോൾ ആ ഓഫീസർ പറഞ്ഞു ഒരു നിമിഷം നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ലോക്കറ്റ് പിടിച്ച് ഞാൻ ആ ദുബായ് എയർപോർട്ടിൽ നിന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ ഓഫീസർ എനിക്ക് നേരെ ഓപ്പോസിറ്റ് നടന്ന് എൻ്റെ ഈ റിജക്റ്റ് ചെയ്ത ഈ ഡോക്യുമെൻറ്റുമായിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എക്സാമിന് വരുന്നത് മാതാവായിരിക്കണം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നത് മാതാവായിരിക്കണം എന്നൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നു മാതാവേ, ആ ഓഫീസർ ആരോടാണ് പോയി ചോദിക്കുന്നത് അത് മാതാവായിരിക്കണം. എന്നിട്ട് എനിക്ക് ഇറ്റലിക്ക് തിരിച്ചു പോകാനുള്ള പെർമിഷൻ അമ്മ തരണമെന്ന് പറഞ്ഞു. പക്ഷേ ദേശത്തിൽ പോയ ഓഫീസർ തിരിച്ച് ഒരു പുഞ്ചിരിയോട് കൂടിയാണ് വന്നത്. ഞാൻ മാതാവിനെ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു. അന്നേരം ആ ഓഫീസർ എന്നോട് പറഞ്ഞത് നിന്നെ ഏത് പേപ്പറാണോ റിജക്റ്റ് ചെയ്തത് ആ പേപ്പറാണ് നിന്നെ സേഫാക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് ഇറ്റലിയിലോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത ടെൻഷൻ, ഇനി ഇറ്റലിയിൽ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ വിസ ചോദിക്കുമോ. അപ്പം ഇറ്റലിയിലെ എല്ലാ ചെക്കിങ് എല്ലാം കഴിഞ്ഞത്തേനും അവർ എന്നോട് പാസ്പോർട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇറ്റലിയിൽ ചെന്നു. അവിടെ ജോലിക്ക് 3-ാം ദിവസം തൊട്ട് കയറി. പിന്നെ 1.5 വർഷക്കാലം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തു. ഇത് എനിക്ക് മാതാവ് തന്ന വലിയൊരു അത്ഭുതമാണ്. കാര്യം ഇത് കേൾക്കുമ്പോൾ വലിയ അത്ഭുതമായിട്ട് തോന്നത്തില്ലെങ്കിലും വിസ ഇല്ലാതെ അല്ലെങ്കിൽ വിസയ്ക്ക് പകരം തരുന്നൊരു റെസിപ്റ്റ് അത് ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു വ്യക്തിക്ക് വിദേശ രാജ്യത്തോട്ട് കയറാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മാതാവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ മാതാവിന് ഈ നിമിഷം കോടാനുകോടി നന്ദി പറയുന്നു. അതൊന്നാം സാക്ഷ്യം. രണ്ടാമത്തത്, ഞാൻ ഈ കഴിഞ്ഞ ജനുവരി 17-ാം തീയതി 1.5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇറ്റലിയിൽ നിന്ന് നാട്ടിലോട്ട് വന്നു. അപ്പോൾ എനിക്ക് കൃപാസനത്തിൽ വരണം എന്നുള്ള ചിന്താഗതിയോട് കൂടിയാണ് ഞാൻ ഇറ്റലിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ 21-ാം തീയതി വൈകുന്നേരം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ മെസ്സേജ് വിട്ടു, എടി ഞാനിങ്ങനെ കൃപാസനത്തിൽ പോകുകയെന്ന് പറഞ്ഞ്. അപ്പോൾ അവൾ എന്നെ വിളിച്ച് പറഞ്ഞു, എടി ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ബോഡി ചെക്കപ്പ് ചെയ്തു. അന്നേരം നമ്മുടെ അവിടെ ലെൻസിൽ ഒരു ഷാഡോ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നെ വന്നാലും CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയിട്ട് CT സ്കാൻ എടുത്തു. അപ്പോൾ അവിടെ തൊണ്ടയിലൊരു മുഴ കണ്ടു. അതേ തുടർന്ന് തന്നെ താഴോട്ട് ലെൻസിൻ്റെ അവിടെ ഒരു ഗ്രോത്ത് കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തൊണ്ടയിലുള്ള ആ ഗ്രോത്ത് ബയോപ്സിക്കായിട്ട് വിട്ടു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ പേടിക്കണ്ട, ഞാൻ ഇവിടെ വന്നിട്ട് മാതാവിനോട് നിൻ്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചോളാം. അപ്പം ഞാൻ NRI ഉടമ്പടി എടുക്കാനും കൂടെ ആയിട്ടാണ് കഴിഞ്ഞ ജനുവരി മാസം ഞാനിവിടെ വന്നത്. അപ്പം ഞാൻ ഇവിടെ വന്ന് കരഞ്ഞ് ഞാൻ മാതാവിന് അവിടെ ഫോട്ടോ കാണിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവേ, അവൾക്ക് കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ ഇസബെല്ലായെ തിരിച്ചു തന്നതാണെങ്കിൽ അമ്മയ്ക്ക് അവിടെ എല്ലാ റിസൾട്ടും നെഗറ്റീവാക്കി തരാമെന്ന് പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ കരഞ്ഞ് അവിടെ ഫോട്ടോ കാണിച്ച് പ്രാർത്ഥിച്ചു. അതോടൊപ്പം 6 നിയോഗങ്ങളിലൊന്ന് ഞാൻ എഴുതി, അമ്മേ മാതാവേ, അവിടെ റിസൾട്ട് നെഗറ്റീവാക്കി തരുവാണെങ്കിൽ ഞാൻ ഈ തിരുസന്നിധിയിൽ വന്ന് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന് റിസൾട്ട് പറഞ്ഞോളാം എന്ന് ഞാൻ എൻ്റെ നിയോഗത്തിൽ എഴുതി. അന്ന് അവർ ആ ബയോപ്സിക്ക് വിട്ട് അന്ന് അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛനെ കാണാൻ പറ്റിയില്ല. അവർ വിശുദ്ധ കുർബാന കൂടിയിട്ട് അവർ തിരിച്ചു പോയി. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം അവളിവിടെ വന്നു. അവൾ വന്ന് ഉടമ്പടി എടുത്തു. ദൈവാനുഗ്രഹത്താൽ ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അവർ തിരിച്ച് അവരുടെ വീട്ടിലോട്ട് കാറിൽ പോകുന്ന സമയത്ത് തന്നെ അവിടെ തൊണ്ടയിലെ ഗ്രോത്തിൻ്റെ ബയോപ്സി റിസൾട്ട് വന്നു, നെഗറ്റീവാണെന്ന് പറഞ്ഞു. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ, ഇത് തൈറോയിഡിൻ്റെ ഗ്രോത്താണ്, പക്ഷേ ലെൻസിലെ ക്യാൻസർ തന്നെ ആവാനാണ് ചാൻസ്. അതുകൊണ്ട് നിങ്ങൾ ടിക്കറ്റ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അവരത് കൂട്ടാക്കിയില്ല. അവരും മാതാവിനെ വിശ്വസിച്ച് അവർ തിരിച്ചു പോയി, വിദേശത്തോട്ട് പോയി. അത് കഴിഞ്ഞപ്പം അവർ ഉടമ്പടി തൈലം അവിടെ ചെന്നതിന് ശേഷം അവർ ഉടമ്പടി തൈലം അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രതിഷ്ഠീകരണ പ്രാർത്ഥന, സായാഹ്ന പ്രാർത്ഥന, സാക്ഷ്യങ്ങൾ എല്ലാം എൻ്റെ ഫ്രണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് പെറ്റ് സ്കാനിന് വേണ്ടിയിട്ട് ലെൻസിൻ്റെ അത് പെറ്റ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പെറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത് ഇച്ചിരി വലിയ ഗ്രോത്ത് ആയിരുന്നു. അപ്പോൾ അതും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവ് അതും നെഗറ്റീവാക്കി തന്നു. അന്നേരമാണ് ആ പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ അറിഞ്ഞത് കഴുത്തിൻ്റെ പുറകിൽ ഒരു ചെറിയൊരു പോസിറ്റീവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് MRIക്ക് വിടണം. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ചയിൽ ഞാൻ ഇറ്റലിക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഞാൻ മാതാവിനോട് അന്ന് പറഞ്ഞത് എനിക്ക് സാക്ഷ്യം പറയാൻ വരുമ്പോൾ എനിക്ക് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആയിട്ട് വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ മിനിങ്ങാന്ന് അവളെ വിളിച്ച് പറഞ്ഞു ഞാനിങ്ങനെ നാളെ ഞാൻ
കൃപാസനത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ റിസൾട്ട് വന്നോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എടി വന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഇത് മൊത്തത്തിൽ ക്ലിയർ ആവാതെ എങ്ങനെ സാക്ഷ്യം പറയുന്നത്? അപ്പോൾ എൻ്റെ സാക്ഷ്യം പറയുന്ന കൂട്ടത്തിൽ അവിടെ സാക്ഷ്യം പറയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഓക്കെ എന്നാൽ എൻ്റെ സാക്ഷ്യം പറയാം, അടുത്ത പ്രാവശ്യം അവിടെ സാക്ഷ്യം പറയാമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ വന്ന് ഞാൻ ഇന്നലെ വൈകുന്നേരം അവിടുന്ന് കാസർഗോഡ് നിന്ന് വണ്ടി കയറി ഉടനെ തന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കോള് വന്നു, MRI റിസൾട്ട് വന്നു, അതും നെഗറ്റീവായി, മാതാവ് അനുഗ്രഹിച്ചതെന്ന് പറഞ്ഞത്. കാരണം ശരീരത്ത് ഇത്രയെല്ലാം ഗ്രോത്ത് നൽകിയിട്ട് ബയോപ്സി റിസൾട്ടിൽ 1% പോലും ക്യാൻസറിൻ്റെ സെല്ലില്ലാതെ നെഗറ്റീവാക്കി തന്ന മാതാവ് ചെയ്ത അത്ഭുതം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അവൾ പറയുമ്പോഴും ഞാൻ കേട്ടപ്പോൾ സത്യം പറയാം എനിക്ക് ശരീരം തളർന്നു പോകുന്ന ഒരു ഫീലിംഗ് ആണ്. പക്ഷേ അവൾ എന്നോട് ഭയങ്കര ബോൾഡായിട്ട്, പക്ഷേ അവൾ ബോൾഡായിട്ട് പറയുന്നെങ്കിലും അവിടെ മനസ്സ് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ മാതാവിൻ്റെ ഇടപെടൽ മൂലം ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നതിന് മാതാവിനോട് കോടാനുകൂടി നന്ദി പറയുന്നു. അവർ തിരിച്ച് വിദേശത്താണ്, പക്ഷേ അവർക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ മാതാവിനോട് നേർന്നിട്ടുണ്ടായിരുന്നു, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് റിസൾട്ടൊന്നും അവരുടെ കയ്യിലോട്ട് കിട്ടത്തില്ല. പക്ഷേ നാട്ടിൽ നിന്ന് ചെയ്തതിൻ്റെ റിസൾട്ടാണ്, നെഗറ്റീവ് സർട്ടിഫിക്കറ്റാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. അവൾ എന്ത് വന്നാലും ഇവിടെ വന്ന് മാതാവിനോട് നന്ദിയും സാക്ഷ്യം പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ കൊച്ചിന് ആക്സിഡൻറ്റ് പറ്റിയ വിവരം പറഞ്ഞല്ലോ, അതിനുശേഷം ഏതൊരു വ്യക്തി എന്നെ കണ്ടാലോ ഞാൻ കണ്ടാലോ ആദ്യം ചോദിക്കുന്നത് ഇസബല്ലയുടെ കാര്യം, അതടുത്തുനിന്ന് കൃപാസന മാതാവിൻ്റെ കാര്യം മാത്രമാണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയോട് പോലും ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് സംസാരിക്കാതായിട്ടില്ല. എല്ലാവരോടും ഞാൻ പറയും. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് 1-2 പേരെ ഇവിടെ കൊണ്ടുവരാൻ പറ്റി. അങ്ങനെ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു. ആവേ മരിയ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഉടമ്പടി ചെയ്തത് മൂലം എനിക്ക് പ്രാർത്ഥന നന്നായിട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ട്. സന്ധ്യാപ്രാർത്ഥന, വിശുദ്ധ കുർബാന, കുമ്പസാരം, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം, പറ്റുന്ന എല്ലാ രീതിയിലും ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഒരു സാക്ഷ്യം പോലും ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല, എല്ലാ സാക്ഷ്യം ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് നിൽക്കുന്നു. മാതാവിന് കോടാനുകൂടി നന്ദി. എൻ്റെ പേര് സവിത. ഞാൻ ആലപ്പുഴ ജില്ലയിലെ വാടക്കൽ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2023 നവംബർ 2-ാം തീയതിയാണ് ഞാൻ ഈ കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത്. അതിന് കാരണം ആലപ്പുഴ ലിയോത്തട്ടിൽ സ്കൂളിലെ എൻ്റെ മോൻ്റെ ടീച്ചറായ ജൂലി മിസ്സും ആൻസി ടീച്ചറുമാണ്. എൻ്റെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വരാനും എനിക്ക് ഉടമ്പടി എടുക്കാനും ഒക്കെ ഉള്ളൊരു കാരണം. എനിക്ക് മുടി ഒരുപാടുണ്ടായിരുന്നു. മുടി കൊഴിച്ചിൽ അസഹ്യമായപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വണ്ടാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ സ്കിന്നിൽ കാണിച്ചു. തുടർന്നുള്ള ചികിത്സയിൽ ബ്ലഡ് പരിശോധിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പം പെട്ടെന്ന് തന്നെ പറഞ്ഞു, ചേച്ചി എമർജൻസി ആയിട്ട് ചേച്ചിയെ ഞങ്ങൾ സർജറി വാർഡിലോട്ട് വിടുവാന്ന് പറഞ്ഞു. അങ്ങനെ സർജറിയിൽ ചെന്നു. പെട്ടെന്ന് തന്നെ അവരെന്നെ പറഞ്ഞ് ബയോപ്സി എടുക്കണം, MRI എടുക്കണം. ചേച്ചിയുടെ റിപ്പോർട്ട് പ്രകാരം ചേച്ചിക്ക് ബ്ലീഡിങ് കൂടുതലാണ്. അതിൻ്റെ റിപ്പോർട്ട് വന്നത് ചേച്ചിക്ക് മലദ്വാരത്തിൽ ക്യാൻസർ ആണെന്നുള്ള ഇതുമാണ്. 41 വയസ്സുള്ള എനിക്ക് അവർ പറഞ്ഞത് എൻ്റെ മലദ്വാരം അടച്ചു സൈഡ് ബാഗ് വെക്കാനായിട്ടാണ്. ഇവിടെ ഇതേ ഉള്ളൊരു ചികിത്സ, അല്ലെങ്കിൽ ചേച്ചി തിരുവനന്തപുരം RCCയിലോ അല്ലെ കോട്ടയം മെഡിക്കൽ കോളേജിലോ പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവും കൂടെ ആകെ നിലവിളിച്ചു, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അങ്ങനെ കരഞ്ഞ സമയത്താണ് എൻ്റെ ടീച്ചർ പറഞ്ഞത്, ദേവൻ്റെ അമ്മ വിഷമിക്കാതെ ഒന്ന് കൃപാസനത്തിലൊന്ന് പോയി പ്രാർത്ഥിക്കും, അവിടുന്ന് കിട്ടുന്ന ധൈര്യം അത് എനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയത്തില്ല. അന്ന് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ഈ അമ്മ മാതാവിനെ കുറേ നേരം നോക്കി നിന്നു. അമ്മ എനിക്ക് ഒരു വഴികാട്ടി തരണേ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല, 2 പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ജീവിക്കുന്നത്. എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തായി തീരുമെന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒന്നും അറിയാതെ ഞാനും എൻ്റെ ഭർത്താവും കൂടെ പോവുകയും, പക്ഷേ ഞങ്ങൾ അവിടെ ചെന്ന് അന്ന് തന്നെ എന്നെ അവിടെ അഡ്മിറ്റാക്കുകയും 3-ൻ്റെ അന്ന് എൻ്റെ സർജറി കഴിഞ്ഞു. പക്ഷേ ആ സർജറി കഴിഞ്ഞ് ഒരു ബയോപ്സിക്ക് അയച്ചപ്പം പറഞ്ഞു അതിൻ്റെ റിസൾട്ട് 3 ആഴ്ച കഴിഞ്ഞ് മേടിക്കാൻ വന്നപ്പം പറഞ്ഞു, അമ്മ ഇതിന് ആരംഭമാണ്, പക്ഷേ പേടിക്കേണ്ട, ബയോപ്സി റിപ്പോർട്ടും പ്രകാരം ഇനിയുള്ള ചികിത്സ ഇവിടെ തന്നെ ഗ്യാസ്ട്രോ വഴിയാണെന്ന് പറഞ്ഞു. 3 മാസം കൂടുമ്പോൾ ഗ്യാസ്ട്രോ വഴി ഇത് കരിച്ചു കളയാമെന്ന് പറഞ്ഞു. 2 പ്രാവശ്യത്തെ ട്രീറ്റ്മെൻറ്റ് കോട്ടയത്ത് നടത്തി.
മൂന്നാമത്തെ ഇത് നടത്തുന്നതിന് മുമ്പ് ആ ഡോക്ടർമാർ പറഞ്ഞു ഇനിയൊരു സാധ്യത ഗ്യാസ്ട്രോ വഴി ചെയ്യാൻ പറ്റത്തില്ല, അഥവാ ഇനി ഇത് വീണ്ടും വരുവാണെങ്കിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പറഞ്ഞ ആ ഒരു സർജറിയെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. എൻ്റെ അമ്മ ഇനി എനിക്ക് താങ്ങാൻ പറ്റത്തില്ല, അമ്മ ഞാൻ ഉടമ്പടി എടുക്കുവാണ്. ഞാൻ ഇനി ഈ ഒരു റിപ്പോർട്ടും പ്രകാരം എനിക്ക് ആശുപത്രിയിൽ ചെല്ലുമ്പം എനിക്ക് ആ ഒരു സർജറി ആണെങ്കിൽ എന്നെ ചെയ്യിപ്പിക്കരുതേ എന്നുള്ള രീതിയിൽ പോയി. എൻ്റെ റിപ്പോർട്ട് വരികയും ആ ബയോപ്സി റിപ്പോർട്ടും കൊണ്ട് OP-യിൽ ചെന്ന് എനിക്ക് എങ്ങനെ ഇത് പറയണമെന്ന് അറിയത്തില്ല. മെയ്ക്ക് കൂടിയൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എനിക്ക് ഇവിടുന്ന് കിട്ടിയ കാശ് രൂപവും മാതാവിൻ്റെ ഫോട്ടോയുമായിട്ടാണ് ഞാൻ OP-യിൽ ചെന്നത്. ഈ റിപ്പോർട്ട് മേടിച്ച ഡോക്ടർ എന്നോട് ഒന്നേ പറഞ്ഞുള്ളൂ, അമ്മ ഇതിൻ്റെ അകത്തൊന്നും തന്നെ ഇല്ല, ഇനി അമ്മ ചികിത്സയ്ക്കായിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട, ധൈര്യമായിട്ട് പോക്കോന്ന് പറഞ്ഞു. ഞാൻ ആ ഫോട്ടോ എൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ അവിടെ ഇരുന്ന് വാവിട്ട് നിലവിളിച്ചു. അന്ന് ആ ഡോക്ടർ എന്നോട് പറഞ്ഞ് ഇവിടെ വരുന്ന മൂന്നാമത്തെ ആളാണ് കൃപാസനം അമ്മയിലൂടെ. എൻ്റെ ഈ റിപ്പോർട്ടൊക്കെ കണ്ട ഡോക്ടറും അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുക. അടുത്തൊരു സർജറി പറഞ്ഞ ആൾക്ക് ഈ ബയോപ്സി റിപ്പോർട്ടും പ്രകാരം ഒന്നും തന്നെ ഇല്ല. എനിക്ക് എങ്ങനെ അമ്മയോട് നന്ദി പറയണമെന്നറിയത്തില്ല. ഞങ്ങളിവിടെ കുടുംബമായിട്ട് വന്നു പ്രാർത്ഥിച്ച് കണ്ണുകളോടുകൂടി. എനിക്ക് അമ്മയുടെ അനുഗ്രഹം എനിക്ക് എങ്ങനെ ഇത് പറഞ്ഞ് ഇവിടെ ഉൾക്കൊള്ളണമെന്നൊന്നും അറിയത്തില്ല. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കാരണം കഴിഞ്ഞ 1.5 വർഷമായിട്ട് പിന്നെ എനിക്ക് അമ്മ തന്ന അനുഗ്രഹങ്ങളൊക്കെ എല്ലാം ഫാസ്റ്റായിട്ടായിരുന്നു. രണ്ടാമത് 11 വർഷമായിട്ട് ഞങ്ങൾ 5ാമത്തെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അതും വാടകയ്ക്ക് ഓരോ വീട്ടിൽ നിന്ന് കാലതാമസം വരുമ്പോൾ ഇത് 5ാമത്തെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുക. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലും DD-യിലും ഒക്കെ ഭർത്താവ് ഫിഷർമാനാണ്. എല്ലാ വർഷത്തെയും ഇതിൽ ലിസ്റ്റിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒന്നും തന്നെ ഇല്ല. വീട് സ്ഥലം ഇല്ലാത്തവരുടെ ലിസ്റ്റിലുണ്ട്, പക്ഷേ കിട്ടിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ലാസ്റ്റ് ഞാൻ ഇവിടെ എടുത്ത എൻ്റെ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ ഇവിടുന്ന് അമ്മയുടെ ദാനമായി കിട്ടിയ മണ്ണ്, അതായത് എനിക്ക് എൻ്റെ വീട്ടിൽ 3 സെൻറ്റ് സ്ഥലമുണ്ട്. ആ മണ്ണ് ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇടുകയും പിറ്റേ ആഴ്ച ആലപ്പുഴ ആര്യാട് പഞ്ചായത്തിലെ മുൻ പ്രസിഡൻറ്റ് എൻ്റെ അച്ഛനെ വിളിക്കുകയും ഈ വർഷത്തെ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം തന്നെ നീങ്ങി. എനിക്കൊരു വീടിന് സാധിച്ചു തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ കുടുംബവും എൻ്റെ മക്കളും ചേട്ടനും ഞാനുമായിട്ട് ഇവിടെ വന്നിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് എൻ്റെ ഡോക്ടറോട് ചോദിച്ചു, മുന്നോട്ടുള്ള ജീവിതത്തിൽ ഭർത്താവിൻ്റെ വരുമാനം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കഴിയാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും ചെറിയ ജോലി ചെയ്യുന്നതിലും ചേച്ചി ഒരു കുഴപ്പമില്ല, ചേച്ചിക്ക് പറ്റുന്ന ജോലി ചേച്ചി ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ വിവാഹത്തിന് മുമ്പ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രാഫ്റ്റ് വർക്ക്, ചിരട്ടയുടെ കൊണ്ട് ഐസ്ക്രീം കപ്പൊക്കെ ഉണ്ടാക്കുന്ന. കോവിഡ് സമയത്ത് 4 വർഷമായിട്ട് പൂട്ടിക്കിടന്ന കമ്പനിയായിരുന്നു. ഇവിടെ നിയോഗം എടുത്ത് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 9-ൻ്റെ അന്ന് എന്നെ MD വിളിച്ചു, നമ്മുടെ കമ്പനി വീണ്ടും തുറന്നു, സവിത ജോലി ചെയ്യാൻ ഇതുണ്ടെങ്കിൽ സന്നദ്ധയാണെങ്കിൽ ധൈര്യമായിട്ട് കമ്പനിയിലോട്ട് പോകാം. ഇതിൽ കൂടുതലൊരു അനുഗ്രഹം. കാരണം ഞാൻ 3 ഇത് കറക്റ്റായിട്ട് എഴുതി ആ 3 എണ്ണം എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചു തന്ന എൻ്റെ അമ്മ മാതാവിനോട് എനിക്ക് 1000 നന്ദി. ഇതോടെ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ അഭയവും ആശ്രയവും എല്ലാം കൃപാസനമാണെന്ന്. കൃപാസനം അമ്മയുടെ അനുഗ്രഹവും ആശ്രയവും അഭയം എൻ്റെ കുടുംബത്തിൽ നിറഞ്ഞു തന്നെ നിൽക്കുന്നു. പിന്നെ ഞാനിവിടെ പറയാൻ ഒരു കാര്യം കൂടെ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 1.5 വർഷമായിട്ട് എന്നെ ഒരു ഓസ്ട്രേലിയയിലുള്ളൊരു ടീച്ചർ സഹായിക്കുമായിരുന്നു. ടീച്ചർ കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. പേര് വെളിപ്പെടുത്തിയിട്ടില്ല. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുട്ടിയെ ഞാൻ സഹായിക്കുന്നുണ്ടെന്ന് മാത്രമേ എൻ്റെ ആൻസി ടീച്ചർ പറഞ്ഞുള്ളൂ. ആ ടീച്ചർ സഹായിച്ചുകൊണ്ടിരുന്നത് മൊത്തം എൻ്റെ കുടുംബത്തിനെയായിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ടീച്ചറുടെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥനയും ഇതിലൊന്നും ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും എന്നെ വിളിക്കുകയും കൃപാസനത്തിലെ പ്രാർത്ഥനകളും ഇതുമൊക്കെ ഞങ്ങൾ പരസ്പരം എനിക്ക് അയച്ചു തരികയും എടുക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ ടീച്ചർക്കും കുടുംബത്തിനും അതെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഈ 1.5 വർഷം ഇവിടെ നിലനിർത്തി കാരണം ജോലി ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് കൈത്താങ്ങായിട്ട് അത് ടീച്ചറെ കൊണ്ട് അമ്മ സഹായിപ്പിച്ചതായിട്ട് അമ്മ മുഖാന്തരമാണ് എനിക്ക് ടീച്ചറെ പരിചയപ്പെടാനും ടീച്ചറുടെ സഹായം ഞങ്ങൾക്ക് കിട്ടാനും കാരണം. എനിക്ക്
എന്തൊക്കെയോ ഒരുപാട് പറയണമെന്നുണ്ട്. കാരണം എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ വെളിപ്പെടുത്തിയത്. ഇപ്പോൾ എൻ്റെ കുടുംബവും എനിക്കറിയാവുന്നവരെയൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവരികയും ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. എൻ്റെ കൂട്ടുകാരികളെല്ലാവരും തന്നെ ഇവിടെ ഇപ്പം വരികയും പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, അവർക്കുമൊക്കെ ഓരോ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്കിങ്ങനെ ഒരു ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് വീടുകൾ തോറും പത്രം കൊണ്ട് കൊടുക്കുകയും എനിക്ക് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അത് സ്ഥിരമായിട്ട് കൊടുത്തിട്ടില്ല. 3-4 പ്രാവശ്യം മാത്രമേ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അവർ വീടുകളിൽ വന്ന് പറയുന്നത് സമയത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കൊടുക്കണമെന്നൊക്കെ ഉള്ള ഒത്തിരി ആഗ്രഹമുണ്ട്. ആകെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന പത്രം എല്ലാ ദിവസവും ഞാനും എൻ്റെ മോനും കൂടെയാണ് ഇത് വീടുകൾ തോറും ബസ് സ്റ്റാൻഡ് ഇവിടെയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ രോഗികളെ വേറെ രീതിയൊന്നുമല്ല, തൈലം കൊണ്ട് തീരെ വയ്യാതെ കിടന്ന ഞങ്ങളുടെ അടുത്തുള്ള 2-3 അച്ഛന്മാരും അമ്മച്ചിമാരും ഉണ്ട്. അവർക്ക് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന നേർച്ച വസ്തുക്കൾ കൊണ്ടുവന്ന് കുറേശ്ശെ എന്ത് നില എൻ്റെ അടുത്തുള്ള വീട്ടുകാർക്കാണ് ഞാനിത് കൊടുത്തിരിക്കുന്നത്.